ഹായ് ഓൾ, ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊരു വെബിനാർ നമ്മൾ അനൗൺസ് ചെയ്യുകയാണ്. അതായത് UGC നെറ്റ് കമ്പ്യൂട്ടർ സയൻസ് എക്സാം പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ റീസെൻ്റായിട്ട് നിങ്ങൾ കുറേ PSC എക്സാംസിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കാണും. HSST പോലുള്ള എക്സാംസ്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ പോലുള്ള എക്സാം, അല്ലെങ്കിൽ പോളിടെക്നിക് ലെക്ചർ എക്സാംസ്, ഇതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഇരിക്കുന്നവരാണെങ്കിൽ ഈ UGC നെറ്റ് എക്സാമിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുക, അല്ലെങ്കിൽ ഈ നമ്മൾ നടത്തുന്ന ഈ വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വെബിനാർ പ്ലാൻ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 എന്ന് പറഞ്ഞാൽ ജനറൽ സബ്ജക്ട്സ് ആണ്, അല്ലെങ്കിൽ ജനറൽ ഫോർ ഓൾ ആണ്. പക്ഷേ പേപ്പർ 2 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കോർ കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കുറേ എക്സാമ്പിൾക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ പേപ്പർ 2-ലെ കുറേ സബ്ജക്ട്സ് എങ്കിലും നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പറയുകയാണെങ്കിൽ HSST എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾ അതിലെ കുറേ സബ്ജക്റ്റുകളെങ്കിലും നിങ്ങൾ അവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ആലോചിക്കുക, സിലബസ് വാസ്റ്റ് ആണ്. ചിലപ്പോൾ HSSTയുടെ സിലബസിന് അത്രയൊന്നും ആയിരിക്കത്തില്ല, അതിൽ കൂടുതൽ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ കാണും. എന്നിരുന്നാലും കുറേയെങ്കിലും സബ്ജക്ട്സ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഈ പേപ്പർ 1 ആയിരിക്കും. പേപ്പർ 1-ൽ നിങ്ങൾക്ക് കുറേ ജനറൽ പേപ്പേഴ്സാണ്. ഇപ്പോൾ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്, അല്ലെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഇങ്ങനെ പറയുന്ന കുറേ സബ്ജക്റ്റുകളായിരിക്കും നിങ്ങൾക്ക് അവിടെ ഉള്ളത്. അതും അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ്. പക്ഷേ ഇത് രണ്ടും വാസ്റ്റ് ആണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് വർഷം 2 വട്ടം ഈ എക്സാം എഴുതാൻ പറ്റും. അതായത് ജൂൺ ജൂലൈ സമയങ്ങളിൽ ഒരു വട്ടം നമുക്ക് ഈ എക്സാം എഴുതാം. അതുപോലെ ഡിസംബറിലും ഈ എക്സാം വരുന്നതായിരിക്കും. അപ്പം വർഷത്തിൽ 2 അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ ഒരു സിലബസ് വാസ്റ്റ് ആണെങ്കിലും ഇതിൽ ഒരു പൾസ് മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ ഏതൊക്കെ സബ്ജക്റ്റിന് പ്രയോറിറ്റൈസ് ചെയ്യണം, അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റേജ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്കിത് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. പക്ഷേ നിങ്ങൾക്ക് അതിൽ കുറച്ച് ഐഡിയാസൊക്കെ വേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് എവിടുന്ന് തുടങ്ങണം, അല്ലെ ഏതൊക്കെ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എത്ര വെയിറ്റേജ് അല്ലെ എത്ര ടൈം ഓരോ സബ്ജക്റ്റിന് കൊടുക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ റെഫറൻസ് വേണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായിട്ട് നമ്മൾ വെബിനാർ ഒരുക്കിയിരിക്കുന്നത് 2 ദിവസമായിട്ടാണ്. പേപ്പർ 1 എന്ന് പറയുന്നത് നമ്മൾ സെപ്റ്റംബർ 18-നാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അത് ദീപക് സാറാണ് എടുക്കുന്നത്, ദീപക് മോഹൻ സാറാണ് എടുക്കുന്നത്. അതുപോലെ പേപ്പർ 2 എന്ന് പറയുന്നത് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് 19-ാം തീയതിയാണ്, അഫ്സൽ CP സാറാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത്, ഇപ്പോൾ പേപ്പർ 1-ന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ കവർ ചെയ്യുന്നത് ഒബ്വിയസ്ലി സിലബസ്, നിങ്ങൾക്ക് ഏകദേശം എന്തൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുക്കേണ്ടത്, ഈ ഒരു പഠനം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ പ്രധാനമായിട്ടും എടുക്കേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറയും. അതുപോലെ എന്തൊക്കെ മിസ്റ്റേക്സുകളാണ് നിങ്ങൾ നോർമലി വരുത്തുന്നത്, ജനറലായിട്ട് എന്തൊക്കെ മിസ്റ്റേക്കുകൾ വരുത്താൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മളവിടെ പറയുന്നതായിരിക്കും. അതുപോലെ ഒരു പ്രയോറിറ്റി, ഏത് സബ്ജക്റ്റിന് ഏത് സമയത്ത് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ പേപ്പർ 1 പ്രിപ്പയർ ചെയ്യുമ്പം എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സാറുമാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആലോചിക്കുക, ഇവരെല്ലാവരും JRF നെറ്റും ക്വാളിഫൈ ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. മാക്സിമം നിങ്ങൾ ഈ വെബിനാർ ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനും ശ്രമിക്കുക. കാര്യം അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് വേണം ഇവരോട് നിങ്ങൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇൻട്രാക്ട് ചെയ്ത് ചോദിക്കുകയും വേണം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം വെബിനാർ ലൈവിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ പേപ്പർ 2 എന്ന് പറയുമ്പോഴത്തേന് കമ്പ്യൂട്ടർ സയൻസിൻ്റെ സബ്ജക്ട്സ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ സബ്ജക്റ്റ് സിലബസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ടോപ്പിക്ക് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്നുള്ള കാര്യത്തിലേക്ക് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ആ ഒരു ഏത് സബ്ജക്റ്റിന് പ്രയോറിറ്റി കൊടുക്കണം, അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കവിടെ അഫ്സൽ സാറ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ഈ UGC നെറ്റ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള കാര്യങ്ങൾ നമ്മളിതിൽ ഒരു സെഷനിൽ നമ്മൾ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല ഈ UGC നെറ്റ് ക്രാക്ക് ചെയ്താൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്. ഇപ്പം അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനാണോ, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ നമുക്ക് കയറാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും ക്ലാരിറ്റി ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേറെ ഏതെങ്കിലും എക്സാം നമുക്ക് വരുന്നുണ്ടോ, ആ ഒരു എക്സാം അതിന് നമുക്ക്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കൊക്കെ പഠിക്കുന്നുണ്ട്, ആ ഒരു എക്സാമിന് യൂസ്ഫുൾ ആകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതായത് ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾ എന്തിന് ഈ എക്സാം
ക്രാക്ക് ചെയ്യണം എന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നെറ്റ് നിങ്ങൾ ക്രാക്ക് ചെയ്യണം എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ വേറൊരു സെഷൻ പറയുന്നത്. അതായത് നിങ്ങൾക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഒരു ക്ലിയർ ഐഡിയ തരും. അതുപോലെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള കാര്യത്തിലും ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിലും ഒരു ക്ലിയർ ഐഡിയ തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ റീസെൻ്റായിട്ട് എക്സാമുകൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ബ്രേക്ക് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. കാര്യം നിങ്ങൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞ് മറ്റൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനിരുന്നാലുള്ള ഒരു പ്രധാന വിഷയം എന്ന് വെച്ചാൽ നമുക്കെല്ലാം സ്ക്രാച്ചിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. നമ്മൾ സബ്ജക്റ്റുകളെല്ലാം മറന്നു പോകാൻ സാധ്യതയുണ്ട്, നമുക്ക് ടച്ച് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതിലുപരി ഇതിന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അതിൽ കൂടുതലാണ്. നെറ്റ് പോലുള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ നോളജ് ലെവലും മാറുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഗ്യാപ്പ് ഇല്ലാണ്ട് തന്നെ ഓരോ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നിങ്ങൾ ഓണമൊക്കെ ആഘോഷിച്ച് വരുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിന് യൂസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടുന്ന ഒരു വെബിനാറുമായിട്ട് നമ്മൾ തയ്യാറാണ്, അല്ലെങ്കിൽ നമ്മൾ തയ്യാറായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒട്ടും താമസിക്കാതെ എന്ത് ചെയ്യുക, ഈ വെബിനാറിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. അതുപോലെ എല്ലാവർക്കും ഏണസ്റ്റ് അക്കാഡമിയുടെ പേരിലുള്ള, എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.